അങ്ങനെ ഫെബ്രുവരി മാസം പിന്നിട്ടു മാർച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസം ഒരു ലക്കി ഫെബ്രുവരി എന്ന് പറയേണ്ടി വരും. കാരണം ഇറങ്ങിയ 4 സിനിമകൾ വമ്പിച്ച വിജയത്തോടു കൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 2 സിനിമകൾ ഓൾറെഡി 50 കോടി പിന്നിട്ടു. 2 സിനിമകൾ 50 കോടിക്ക് അടുക്കൽ എത്തിയിരിക്കുന്നു. മഞ്ഞുമൽ ബോയ്സ് 50 കോടി ആവുന്നു. അതുപോലെ അന്വേഷിപ്പിൻ കണ്ടെത്തും 40 കോടി പിന്നിട്ടു. അങ്ങനെ നിൽക്കുന്നു. ആദ്യത്തെ മാസം ജനുവരി മാസം ഒന്ന് പാളിയെങ്കിലും ഫെബ്രുവരി മാസം നല്ലൊരു തുടക്കമാണ് നൽകിയിരിക്കുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പോസിറ്റീവായിട്ട് തന്നെ കാണണം. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ മാർച്ചിലെ റിലീസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ സിനിമ മാർച്ച് 1-ാം തീയതി റിലീസാവുന്ന സജിൽ മാപ്പാട്ട് സംവിധാനം ചെയ്യുന്ന കടകൻ എന്ന് പറയുന്ന സിനിമ. ഹക്കീം ഷായാണ് അതിൻ്റെ നായകനായിട്ട് വരുന്നത്. ജാഫർ ഇടുക്കി അങ്ങനെ കുറേ താരങ്ങളൊക്കെ വരുന്നുണ്ട്. മാർച്ച് 1-ാം തീയതിയാണ് സിനിമ റിലീസാവുന്നത്. അടുത്ത സിനിമ ആനന്ദപുരം ഡയറീസ്. നമ്മുടെ മീനയും അതുപോലെ തന്നെ തമിഴ്നാട് ശ്രീകാന്ത്, മനോജ് കെ ജയൻ, ജാഫർ ഇടുക്കി അങ്ങനെ കുറച്ച് താരങ്ങളൊക്കെ വരുന്ന സിനിമ. അടുത്തത് ദി സ്പോയിൽസ് എന്ന് പറയുന്ന സിനിമ മാർച്ച് 1-ാം തീയതി തന്നെ തിയേറ്ററിലെത്തുന്ന സിനിമ. മഞ്ജിത് ദിവാകറാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അഞ്ജലി അമീറാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. അടുത്തത് കുരുവി പാപ്പ, അതും മാർച്ച് 1-ാം തീയതി തന്നെ ജോഷി ജോണാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വിനീത്, ലാൽ ജോസ് അതുപോലെ തന്നെ മുക്ത അങ്ങനെ കുറച്ച് താരങ്ങളൊക്കെ വരുന്ന സിനിമ കുരുവി പാപ്പ. മറ്റൊന്ന് മുജീബ് ടി മുഹമ്മദ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ അഞ്ചാം വേദം എന്ന് പറയുന്ന സിനിമ. അതും മാർച്ച് 1-ാം തീയതി തിയേറ്ററിലെത്തുന്നതാണ്. ഇതിൽ നിന്നൊക്കെ കുറച്ചുകൂടി വലിയൊരു സിനിമ ഇറങ്ങുന്നത് മാർച്ച് 7-ാം തീയതി തങ്കമണി റിലീസാവുന്നു. ദിലീപ് നായകനാവുന്ന സിനിമ. രതീഷ് രഘുനന്ദനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അജ്മൽ അമീർ അതുപോലെ തന്നെ സിദ്ദിഖ് അങ്ങനെ കുറേ താരങ്ങളൊക്കെ വരുന്ന സിനിമ. തങ്കമണി പറയുന്നത് ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ്. ഒരു 1986 ഇടുക്കി ജില്ലയിൽ നടക്കുന്ന ഒരു പോലീസ് ഇഷ്യൂ ഒക്കെ ബന്ധപ്പെട്ട ഒരു എന്താ പറയുക ഒരു ജയിൽ മുറയുമായി ബന്ധപ്പെട്ട ഒരു സിനിമ, റിയൽ ഇൻസിഡൻ്റ് ആണ് സിനിമ പറയുന്നത്. മറ്റൊന്ന് ടി വി രഞ്ജിത്ത് ഡയറക്ടറായിട്ട് സുധീഷ് സുധി നായകനാവുന്ന സിനിമ ഒരു ഭാരത് സർക്കാർ ഉൽപ്പന്നം. അത് മാർച്ച് 8-ാം തീയതിയാണ് തിയേറ്ററിൽ എത്തുന്നത്. മറ്റൊന്ന് വയസ്സെത്രയായി മൂപ്പത്തി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. പപ്പൻ ടി നമ്പ്യാർ ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രശാന്ത് മുരളിയൊക്കെ ഒരു പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സിനിമയാണ്. പിന്നെ തലവൻ മാർച്ചിൽ റിലീസ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് മാറ്റി എന്നും പറയുന്നുണ്ട്. പിന്നെ കാളിദാസ് ജയറാം നായകനാവുന്ന പോർ എന്ന് പറയുന്ന ഒരു സിനിമ തമിഴിൽ മാർച്ചിൽ റിലീസായിട്ട് വരുന്നുണ്ട്. മറ്റൊരു തമിഴ് സിനിമ സത്തമൻറി മുത്തംദ എന്ന് പറയുന്ന ശ്രീകാന്ത് നായകനായി വരുന്ന ഒരു തമിഴ് സിനിമ റിലീസാവുന്നു. ശ്രീകാന്തിന്റെ തന്നെ മറ്റൊരു തമിഴ് സിനിമ കൂടി എരചീര എന്ന് പറയുന്ന സിനിമയാണ് ശ്രീകാന്തിൻ്റെതായിട്ടുള്ള ഒരു തമിഴ് സിനിമ മറ്റൊന്ന് വരാനുള്ളത്. എരചീര ഒരു ഹൊറർ ഡ്രാമയായിട്ട് പരിഗണിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് തിയേറ്ററിലേക്ക് വരുന്നത്. മാർച്ച് 8-ാം തീയതി തന്നെ ഗോപിചന്ദ് നായകനാവുന്ന ഒരു തെലുങ്ക് സിനിമ റിലീസാവുന്നുണ്ട്. അത്യാവശ്യം മുതൽ മുടക്കിൽ വലിയൊരു ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമയാണ് ഭീമ എന്ന് പറയുന്ന സിനിമ. ഗാമിയും തെലുങ്ക് സിനിമയാണ്. ഒരു അഡ്വഞ്ചർ ഫിലിമായിട്ട് വിശ്വാക് സെൻ ആണ് നായകനാവുന്നത്. സിനിമ മാർച്ച് 8-ാം തീയതി തിയേറ്ററിലേക്ക് എത്തും. മറ്റൊന്ന് മാർച്ച് 15-ാം തീയതി സിദ്ധാർത്ഥ് മൽഹോത്ര നായകനാവുന്ന ഒരു സിനിമ യോധ 15-ാം തീയതി റിലീസിനായിട്ട് എത്തുന്നുണ്ട്. അതൊരു ആക്ഷൻ ത്രില്ലറായിട്ടാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. മറ്റൊന്ന് മാർച്ച് 22-ാം തീയതി സ്വതന്ത്ര വീര സവർക്കർ എന്ന് പറയുന്ന സവർക്കറിന്റെ ജീവചരിത്രം വെച്ചിട്ടുള്ള ഒരു സിനിമ റിലീസ് ആവുന്നുണ്ട്. രൺദീപ് ഹൂഡയാണ് നായകനായിട്ട് വരുന്നത്. മാർച്ച് 22-ാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തും. ആൻഡ് ഈ കൂട്ടത്തിലെ കൊമ്പൻ അത് ആടുജീവിതമാണ്. ഇത്രയധികം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു മലയാള സിനിമ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. പൃഥ്വിരാജ് നായകനാവുന്ന ബ്ലെസ്സി, അദ്ദേഹത്തിൻ്റെ 8-10 വർഷം അദ്ദേഹം ഈ ഒരു ഒറ്റ സിനിമയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ AR റഹ്മാൻ മ്യൂസിക് ചെയ്യുന്ന സിനിമ വളരെയധികം പ്രതീക്ഷയോടെ വരുന്ന സിനിമയാണ്. ഏപ്രിൽ 10-ാം തീയതി 11-ാം തീയതി ഒക്കെ ആയിരുന്നു സിനിമ റിലീസ് ചെയ്യാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ അത് മാറ്റി മാർച്ച് 28-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവാണ്. കാരണം ഏപ്രിൽ മാസത്തിൽ ഒരുപാട് സിനിമകൾ ക്ലാഷ് റിലീസ് വരുന്നുണ്ട്. വിഷു സംബന്ധിച്ചിടത്തൊക്കെ ആവേശം അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ കുറേ സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാഷ് റിലീസ് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് മാർച്ച് 28-ാം തീയതി വെച്ചത്. അതൊരു വലിയൊരു പോസിറ്റീവായിട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം ആ സിനിമ വിജയിക്കേണ്ടത് ഓരോ മലയാളികളുടെയും ആവശ്യമാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മാർച്ചിലെ പ്രധാനപ്പെട്ട റിലീസുകൾ. ഇതിൽ ഏതൊക്കെ എങ്ങനെയൊക്കെ തിയേറ്ററിൽ വരും, പ്രേക്ഷകർ ഏറ്റെടുക്കും എന്നൊക്കെ കാണാനുള്ള ആകാംക്ഷ കൂടിയുണ്ട്. ഏതായാലും വരുന്ന മാസങ്ങളിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ സിനിമകൾ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഏപ്രിലൊക്കെ നല്ല ഗംഭീരമായൊരു തിയേറ്റർ ലിസ്റ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ മാസത്തെ ഒരു വിശേഷം കൂടി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഏപ്രിലിൽ ഒരുപാട് സിനിമകളുണ്ട്. മാർച്ച് 28 എന്ന് പറയുമ്പോൾ ആടുജീവിതം ഒരു ഏപ്രിൽ മാസത്തെ ഒരു റിലീസ് കൂടിയായിട്ട് വേണം പരിഗണിക്കാൻ. എന്തായാലും വിഷു റിലീസായിട്ട് വരുന്ന ഗംഭീരമായിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ വരുന്ന വഴി നമുക്ക് പറയാം. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വരാം. ബൈ ബൈ.